സ്റ്റഡിയിലേക്ക് സ്വാഗതം. ആദ്യം പറയാനുള്ള കാര്യം ഞാൻ അവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പറയാനുള്ള കാര്യം പറയാവേ. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തു അല്ലേ? അപ്പോൾ എനിക്ക് 2-3 പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ NCL അപ്ലോഡ് ചെയ്തത് റോങ് ആണ് എന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം അവർക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ മെസ്സേജാണ് വന്നത് കേട്ടോ. കണ്ടോ, ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് 22-ാം തീയതിയാണല്ലോ, 22/3/2025, 535/2023. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അപ്ലോഡഡ് NCL ഇഷ്യൂഡ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ അവർ പറയുന്നത് സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസാണ് വേണ്ടത്. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്തത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പലരും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസാണ് കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ല വേണ്ടത്. ഇത് കണ്ടോ, സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ തെറ്റായിട്ട് അപ്ലോഡ് ചെയ്തവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അവർക്ക് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ, പ്രൊഫൈൽ മെസ്സേജ്. ഇങ്ങനെയാണ് പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടുള്ളത്. അഥവാ 535/2023 അപ്ലോഡ് NCL ഇഷ്യൂഡ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ വീണ്ടും മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ചിലരാണെങ്കിൽ RRBക്ക് അപ്ലൈ ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെയൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് നിങ്ങൾക്കും വന്നിട്ടുണ്ടാകും. വന്നവർ പ്രൊഫൈൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനി ഞാൻ പറയാനുള്ള കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല അല്ലേ? ഈ ഡിഗ്രി ഇല്ല, ഡിഗ്രി മറച്ച് വെച്ചിട്ടാണ് നിങ്ങൾ മറ്റേ വേരിഫിക്കേഷന് പോകുന്നതെങ്കിൽ അത് കണ്ടെത്തിയാൽ നടപടി എടുക്കുന്നതാണ്. അതുപോലെ 2023 ഒരു വ്യക്തിക്ക് ഇതുപോലെ നടപടി എടുത്ത ഒരാളാണ്. അത് അങ്ങനെ കണ്ടെത്തിയാൽ ഇനിയൊരു എക്സാം കൂടെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ അത് മറച്ചു വെച്ച് പോവണ്ട കേട്ടോ. അതാണ് പറയാനുള്ളത്. ഞാൻ കാണിച്ചു തരാം ആ വ്യക്തിക്ക് വന്ന ഒരു ഇത് കണ്ടോ. അദ്ദേഹം 2023 ജോബിന് കയറിയ വ്യക്തിയാണ്. പക്ഷെ അവരെ കണ്ടെത്തിട്ടോ, ഡിഗ്രി ഉള്ളതായിട്ട് കണ്ടെത്തിയപ്പം വിലക്കേർപ്പെടുത്തി. കണ്ടോ, എറണാകുളം വടക്കേ, ആരാണെന്നുള്ള വ്യക്തിയുടെ പേരൊന്നും സൂചിപ്പിക്കുന്നില്ല. എറണാകുളം വടക്കോട് എൻപോൾ കരിമക്കോട് റോഡ് ചനടിക്കൽ ഹൗസ് പറഞ്ഞിട്ട് അവരാണ് ഒരു വ്യക്തിയാണ്. അത് വ്യാജ പരിത്യാഗ പത്രം സമർപ്പിച്ചു എന്ന കാരണത്താൽ 2023 ഒക്ടോബർ 4 മുതൽ സ്ഥിരമായി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടും നിങ്ങൾ വേരിഫിക്കേഷന് പോവാതിരിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. വേരിഫിക്കേഷൻ സമയത്ത് പോവാതിരിക്കുക. ഇതിപ്പോൾ ആജീവനാന്തര വിലക്കൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും ജോബിൽ കയറാനും പറ്റില്ല, ഇനി ഒരു എക്സാം എഴുതാനും പറ്റില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഡിഗ്രി ഉള്ളവർ മാറി നിന്നേക്കൂട്ടോ. എന്തിനും വേരിഫിക്കേഷന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും പ്രൊഫൈലിൽ കയറിയിട്ട് ഇതുപോലെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നാണോ അപ്ലോഡ് ചെയ്തിരിക്കണമെന്ന് നോക്കണേ. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ മറ്റേതുപോലെ ആണെങ്കിൽ നേരത്തെ തന്നെ ഒന്നുകൂടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചോളൂ. എന്തായാലും PSC ചോദിക്കുന്നുണ്ട്, വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജും പോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉടനടിയുള്ള അപ്ഡേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്